ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോക്ക്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2026 ഇപ്പോൾ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ദ ബ്ലഫ് എന്നൊരു കിടിലൻ സിനിമയാണ്. തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോടെ, നമ്മുടെ വീഡിയോയ്ക്ക് വളരെ വ്യൂസ് കുറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കോ കമന്റോ അതുപോലെ തന്നെ ഹൈപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പൊ എങ്ങനെയാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. വർഷം 1846 കരീബിയൻ കടൽ മേഖലയിൽ മീൻ പിടിക്കുന്ന ഒരു കപ്പൽ കാണിക്കുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം ഈ കപ്പലിനെ ഒരു പൈലറ്റ് ഷിപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. അത് വേഗത്തിൽ നമ്മുടെ ഈ ഒരു കപ്പലിനെ ഫോളോ ചെയ്ത് വന്നിട്ട് കപ്പലിനോട് അടുക്കുന്നുണ്ട്. അതിൽ നിന്നും കുറച്ച് പൈലറ്റ്സ് ഇപ്പൊ ഈ ഒരു മീൻപിടുത്ത കപ്പലിലേക്ക് ചാടി കയറാണ്. ഈ കപ്പലിലുണ്ടായിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മണിയടിച്ചിട്ട് കപ്പൽ മുഴുവനും അലേർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മീൻപിടുത്ത കപ്പലിന്റെ ക്യാപ്റ്റന്റെ പേര് DH ബോർഡൻ എന്നാണ്. ചുരുക്കത്തില് നമുക്ക് അവനെ DH എന്ന് വിളിക്കാം. മണിയച്ച് കേട്ടിട്ട് അവൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ ഒരു പ്രത്യേകതരം ചിഹ്നം പതിപ്പിച്ചിട്ടുള്ള സ്വർണ്ണ കട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ ആ ഒരു സ്വർണം അവിടുന്ന് ഒളിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്തേക്കും കൊള്ളക്കാർ മുഴുവനും കപ്പലിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവര് DHന്റെ ടീമിനെ ക്രൂരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലരെ പിടിച്ചിട്ട് കടലിലേക്ക് എറിയുന്നുണ്ട്, ചിലരെ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഇത്തരത്തിലുള്ള ഒരു വലിയ ഫൈറ്റിന് ശേഷം ആ ഒരു കപ്പൽ മുഴുവനും കൊള്ളക്കാരുടെ നിയന്ത്രണത്തിലാവുകയാണ്. ഈ പൈലറ്റ് ടീമിന്റെ ക്യാപ്റ്റന്റെ പേര് ക്യാപ്റ്റൻ കോർണർ എന്നാണ്. ഇവനാണ് നമ്മുടെ ഈ ഒരു കഥയിലെ വില്ലൻ ഇപ്പോ വന്നിട്ട് DHന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്വർണം കാണുന്നുണ്ട്. ഇതെല്ലാം എന്റെ സ്വർണ്ണമാണ്. ഇതിൽ പതിപ്പിച്ചിട്ടുള്ള ചിഹ്നം നീ കണ്ടില്ലേ? ഇതെങ്ങനെയാണ് നിന്റെ കയ്യിൽ വന്നത്? എന്റെ മുഴുവൻ നിധിയും നിന്റെ കയ്യിലാണുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അത് എവിടെയാണ് വെച്ചേക്കുന്നതെന്ന് പറയും. ഇത് കേട്ടിഞ്ഞപ്പോ DH പറയാണ്, നീ ഏത് നിധിയെ കുറിച്ചാണ് ചോദിക്കുന്നത്? എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. എന്റെ കയ്യിൽ ഇത്രയും സ്വർണം മാത്രമേ ഉള്ളൂ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നീ എടുത്തോളാൻ പറയാണ്. ക്യാപ്റ്റൻ കോർണർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ അവിടെ കിടന്ന് അലറുന്നുണ്ട്. എന്റെ നിധി കിട്ടുന്നതുവരെ ഇവൻ ജീവനോടെ ഇരിക്കണം. ഇവനെ മാത്രം ജീവനോട് വെച്ചിട്ട് ബാക്കി എല്ലാവരും കൊന്നു കളഞ്ഞേക്കാൻ പറയാണ്. ഈ ഒരു സംഭവം നടന്നിട്ട് ഇപ്പോ 6 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. കേമാൻ ബ്രാക്ക് എന്ന ഒരു ദ്വീപ് കാണിക്കുകയാണ്. ആ ദ്വീപിന്റെ നടുവില് ഒരു ചർച്ച് ഉണ്ടായിരുന്നു. അവിടുത്തെ പാതിരി കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഒരു സ്ത്രീ ആ ദ്വീപിന്റെ തീരത്ത് പോയിരുന്നിട്ട് കപ്പൽ എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് അവരുടെ ബൈനോക്കുലർ വെച്ചിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവളുടെ പേര് എയ്സൽ എന്നാണ്. ഇവളാണ് നമ്മുടെ ഈ ഒരു കഥയിലെ ഹീറോയിൻ. ക്യാപ്റ്റൻ DH ഉണ്ടല്ലോ, അവന്റെ വൈഫാണ് എയ്സൽ. ഹീറോയിന്റെ വീട്ടില് ക്യാപ്റ്റന്റെ ഫോട്ടോ അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഹീറോയിന് ആകെ 2 കുട്ടികളാണുള്ളത്. പെൺകുട്ടിയുടെ പേര് എലിസബത്ത് എന്നും ആൺകുട്ടിയുടെ പേര് ഐസക് എന്നുമാണ്. ഐസക്കിന്റെ കാലിന് ചെറിയൊരു വൈകല്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ മുടന്തിയാണ് നടക്കാറുള്ളത്. സത്യത്തില് ഇവർ രണ്ടുപേരും DHന്റെ മക്കളാണ്. ഹീറോയിൻ ഇവരുടെ സ്റ്റെപ്പ് മദർ ആണ്. എലിസബത്ത് അവളുടെ റൂമില് മുഖമൊക്കെ കഴുകി ഫ്രഷായി അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജനലിലൂടെ ഒരാൾ ഉള്ളിലേക്ക് ചാടി വരികയാണ്. അവന്റെ പേര് വെസ്റ്റേൺ എന്നാണ്. എലിസബത്തും വെസ്റ്റേണും തമ്മിൽ പ്രണയത്തിലായിരുന്നു. എടാ, നീ എന്തിനാ ഈ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത്? എന്റെ സ്റ്റെപ്പ് മദർ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നൊക്കെ എലിസബത്ത് ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്. നാളെ എന്റെ കപ്പൽ പുറപ്പെടുകയാണ്. ഞാനൊരു വലിയ കടൽ യാത്രയ്ക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് നീയും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് നന്നാവുന്നാണ് എനിക്ക് തോന്നുന്നത്. നീ വരില്ല എന്നൊക്കെ അവനിപ്പോ ചോദിക്കുന്നുണ്ട്. എലിസബത്തിനും വീടിന്റെ ഉള്ളിൽ അങ്ങനെ അടച്ചിരിക്കുന്നത് ഒട്ടും താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. എവിടേക്കാ നീ പോകുന്നത്? ഞാൻ എപ്പോഴാണ് നിന്റെ കൂടെ വരണ്ടേന്നൊക്കെ അവളിപ്പോ ചോദിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ ഹീറോയിൻ വീട്ടിലേക്ക് വരാണ്. അവള് വീടിന്റെ ഗേറ്റ് തുറക്കാൻ നോക്കുന്ന സമയത്ത് ഗേറ്റില് ഒരു കയർ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കയർ വഴി വീടിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചില കുപ്പികളൊക്കെ ഇളകുകയാണ്. ഇത് കേട്ട സമയത്ത് തന്നെ എലിസബത്തിന് അവളുടെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെസ്റ്റേണിനെ അവിടുന്ന് പറഞ്ഞു വിടാണ്. എന്നാൽ അകത്തേക്ക് കയറിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോയിനും വീട്ടിലേക്ക് ആരോ വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അവളിപ്പോ വീടിന്റെ ചുറ്റും നടന്നു നോക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്തേക്കും വെസ്റ്റേൺ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് കയറി വന്ന് നോക്കുന്ന സമയത്ത് ഐസക് അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ ഹീറോയിൻ കാണുന്നത്. ഉടനെ തന്നെ ഐസക്കിന്റെ ബർത്ത്ഡേ വരാൻ പോവാണ്. ബർത്ത്ഡേക്ക് മുന്നേ DH വീട്ടിലേക്ക് വരുന്ന അവന് വാക്ക് കൊടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഐസക് ഇപ്പോ അമ്മയോട് ചോദിക്കുകയാണ്, അച്ഛൻ എപ്പോഴാ വരുന്നത്? എന്നോട് ബർത്ത്ഡേക്ക് മുന്നേ വരാന്ന് വാക്കും പറഞ്ഞിട്ടാണ് അച്ഛൻ ഇവിടുന്ന് പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോയിൻ പറയാണ്, നിന്റെ അച്ഛൻ ഒരിക്കലും പറഞ്ഞ സമയത്ത് വരില്ല. അതാണ് എനിക്ക് അവനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. നിന്റെ ബർത്ത്ഡേക്ക് ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ, അവൻ തീർച്ചയായിട്ടും വരുന്നൊക്കെ പറഞ്ഞിട്ട് ഐസക്കിനെ ഇപ്പോ അവള് സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം എലിസബത്തിന്റെ റൂമിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. നോക്കുമ്പോ അവൾ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹീറോയിനും ഇപ്പോ സമാധാനമാവാണ്. അതുകൊണ്ട് തന്നെ അവളിപ്പോ സ്ഥിരം ചെയ്യാറുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വലിയൊരു വെട്ടുകത്തി എടുത്തിട്ട് അത് നന്നായി തേച്ച് മൂർച്ച കൂട്ടുകയാണ്. അതിനുശേഷം ഒരു വടിയിൽ കെട്ടിയിട്ട് തേങ്ങയിട്ടാണ്. ഹീറോയിൻ ഇപ്പോ അവർക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ഇപ്പോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. രാത്രി കിടക്കുന്ന സമയത്ത് ഐസക് ഹീറോയിനോട് പറയുന്നുണ്ട്, അമ്മേ നാളെ രാവിലെയാണ് എന്റെ ബർത്ത്ഡേ, അച്ഛൻ വരില്ലേ? ഇപ്പൊ ഹീറോയിനും പറയുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുള്ളത് അവന് നേരത്തെ തന്നെ അറിയായിരുന്നു. അതുകൊണ്ട് നിനക്കൊരു ഗിഫ്റ്റ് തന്നിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഒരു കത്തി എടുത്തിട്ട് ഐസക്കിന് സമ്മാനിക്കുകയാണ്. ഈ ഒരു ഗിഫ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോ ഐസക്കിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അമ്മേ, അച്ഛൻ ഈ ഒരു കത്തി എവിടുന്നാ കിട്ടിയെന്ന് ഐസക് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോ
ഹീറോയിനും ഒരു നിമിഷം ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഹീറോയിന്റെ ചെറുപ്പത്തില് ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അവൾ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ അവളുടെ കൺമുന്നില് അങ്ങനെ മിന്നി മറയുന്നുണ്ട്. ശരി ശരി, നീ ഗിഫ്റ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഐസക്കിനെ അവൾ ഇപ്പോൾ ഉറക്കുന്നുണ്ട്. ഇപ്പോ എലിസബത്തിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരയേണ്ട കാര്യമില്ല, ഞാനൊരു കപ്പൽ യാത്രയ്ക്ക് പോവാണ് എന്നൊക്കെ അവൾ ഒരു കത്ത് എഴുതി വെക്കുന്നുണ്ട്. എലിസബത്തും വെസ്റ്റേണും അവരുടെ പ്രണയത്തിന്റെ അടയാളമായിട്ട് ഒരേപോലെയുള്ള 2 ലോക്കറ്റുകൾ കഴുത്തിൽ ധരിച്ചിട്ടുണ്ട്. എലിസബത്ത് അവളുടെ ആ ഒരു ലോക്കറ്റിൽ പിടിച്ചിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വെസ്റ്റേൺ അവന്റെ കപ്പലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വില്ലന്റെ ഗ്യാങ് ഈ ഒരു ദ്വീപിലേക്ക് വരാണ്. അതിലൊരാള് വെസ്റ്റേണിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു ലോക്കറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. അവനിപ്പോ അയാൾ ആക്രമിക്കുകയാണ്. ഹീറോയിൻ എന്തോ ഒരു ശബ്ദം കേട്ടിട്ടായിരുന്നു ഉറക്കത്തിൽ നിന്നും എണീക്കുന്നത്. എവിടെ നിന്നാണ് ആ ഒരു ശബ്ദം വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ എണീറ്റ് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ എലിസബത്തിന്റെ റൂമിൽ നിന്നായിരുന്നു. റൂമിലെ ജനല് അങ്ങനെ തുറന്നു കിടക്കുന്നുണ്ട്. അത് കാറ്റത്ത് അടിക്കുന്ന ശബ്ദമായിരുന്നു ഹീറോയിൻ കേട്ടിട്ടുണ്ടായിരുന്നത്. ഹീറോയിൻ ഇപ്പോ ജനൽ ലോക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ ചില കടൽ കൊള്ളക്കാര് ഇവരുടെ വീടിനെ നോക്കി വരുന്നതായിട്ട് നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട്. ഇവരുടെ വീട്ടില് കുറച്ച് തോക്കുകളെല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ഓടിപ്പോയിട്ട് അതൊക്കെ എടുത്ത് റെഡിയാക്കുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ഐസക്കിനെ എഴുന്നേൽപ്പിച്ചിട്ട് വീടിന്റെ നടുവില് ഒരു ചെറിയ പാനിക് റൂം ഉണ്ടായിരുന്നു. അത് തുറന്നിട്ട് ഐസക്കിനെ സുരക്ഷിതമായിട്ട് അതിന്റെ ഉള്ളിൽ ഇരുത്താണ്. വാതിൽ നേരെ തോക്ക് ചൂണ്ടിയിട്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാര് വാതിൽ വഴി വരാതെ മേൽക്കൂര പൊളിച്ചിട്ട് ഉള്ളിലേക്ക് ചാടുകയാണ്. ഈ ചാടി ഇറങ്ങിയ ആളെ ഹീറോയിൻ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവളുടെ പിന്നിൽ കൂടി മറ്റൊരാൾ വന്നിട്ട് അവളെ അടിച്ച് താഴെയിടാണ്. ഇവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്തിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് നമ്മുടെ ഹീറോയിൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേരുണ്ടായതുകൊണ്ട് തന്നെ അവൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വില്ലന്റെ ഗ്രൂപ്പില് വെസ്റ്റേണിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, അവനിപ്പോ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. നിന്റെ കയ്യിലുള്ള പൈസയൊക്കെ എടുത്തതാന്ന് അവനിപ്പോ ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ ഒരു ഫോട്ടോയുടെ പിന്നിലാണ് പൈസ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അവരിപ്പോ ആ ഒരു ഫോട്ടോ മാറ്റിയിട്ട് പൈസ എടുത്ത് നോക്കുകയാണ്. ഞാൻ ഇതല്ല ചോദിച്ചത്, ആ ഒരു ട്രഷർ അത് എവിടെയാണ് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആ ഒരു പെട്ടി അവനിപ്പോ അടിച്ചു പൊളിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പില് ഹീറോയിൻ അവരെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഹീറോയിനെ അടിച്ച് താഴെ ഇടുന്നുണ്ട്. DHന്റെ കയ്യിൽ നിന്നും അവരെടുത്തിട്ടുള്ള ആ ഒരു സ്വർണ്ണക്കട്ടി ഇപ്പൊ അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 100 കണക്കിന് സ്വർണ്ണക്കട്ടികള് നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് എവിടെയാണ് നീ വെച്ചിട്ടുള്ളത്? ഈ ഒരു സ്വർണ്ണം കണ്ട സമയത്ത് തന്നെ ഹീറോയിൻ ഞെട്ടിപ്പോവാണ്. നിങ്ങളൊക്കെ ആരാണെന്ന് അവളിപ്പോ ചോദിക്കുന്നുണ്ട്. വില്ലന്റെ കൂട്ടാളി ഇപ്പോ ഇവളുടെ കൈയും കാലും തല്ലി ഒടിച്ചേക്ക്, മുഖം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് മുഖത്ത് മാത്രം അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ഈ ഒരു സമയപ്പത്തേക്കും വില്ലനും ഈ ഒരു ദ്വീപിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ദ്വീപിലുള്ള ഒരാള് വില്ലന്റെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങൾ ഈ ദ്വീപിൽ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ ആരാണ്? ഈ ദ്വീപ് ബ്രിട്ടീഷുകാരുടെ സംരക്ഷണത്തിലാണ്, നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വില്ലൻ എന്റെ പേര് ക്യാപ്റ്റൻ കോനർ എന്ന് പറഞ്ഞതും ബ്രിട്ടീഷ് നാവികസേന തിരയുന്ന കടൽ കൊള്ളക്കാരനാണെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ എലിസബത്തിനെ കാണിക്കുന്നുണ്ട്. വെസ്റ്റേൺ വരാൻ പറഞ്ഞ സ്ഥലത്ത് എലിസബത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ വെസ്റ്റേണിന്റെ കഴുത്തറുത്തിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അത് കണ്ടിട്ട് എലിസബത്ത് അലറി കരയാണ്. ഇത് കണ്ട് പേടിച്ചിട്ട് അവളോട് ഓടുന്നുണ്ട്. വില്ലന്റെ ആളുകള് ബോട്ടുകളില് ദ്വീപിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലനോട് സംസാരിച്ച ആള് ഈ ദ്വീപിലെ മേയറാണ്. അയാളിപ്പോ ഈ ഒരു ദ്വീപിലുണ്ടായിരുന്ന എല്ലാരെയും അലർട്ട് ചെയ്യുന്നുണ്ട്. ക്യാപ്റ്റൻ കോനർ അറിയാതെ സ്ത്രീകളെയും കുട്ടികളെയും അടുത്തുള്ള പള്ളിയിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ട് പുരുഷന്മാരെല്ലാം കൊള്ളക്കാരുമായിട്ട് യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. 2-3 പേര് പീരങ്കിയൊക്കെ വെച്ചിട്ട് കടലിൽ നിന്നും വരുന്ന ആളുകൾക്ക് നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു കൊള്ളക്കാർക്ക് നേരെയൊന്നും അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എതിരാളികള് അവരെ വെടിവെച്ച് കൊന്നതിന് ശേഷം ഈ ഒരു ദ്വീപിലേക്ക് വരാണ്. പള്ളിയിൽ ഒരുപാട് ആളുകൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് കോനർക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ എലിസബത്തും ആ ഒരു ചർച്ചിന്റെ ഉള്ളിലുണ്ടായിരുന്നു. കോനർ ഇപ്പൊ വിളിച്ചു പറയാണ്, നിങ്ങൾ ആ ഒരു ചർച്ചിലുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, പക്ഷെ എന്റെ ലക്ഷ്യം നിങ്ങളല്ല. ഞാൻ പറയുന്നത് അനുസരിക്കുന്നിടത്തോളം നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് വേണ്ടത് ക്യാപ്റ്റൻ DHന്റെ കുടുംബത്തിന്റെ കയ്യിലുള്ള സ്വർണം മാത്രമാണ്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയേക്കാം എന്നൊക്കെ വില്ലൻ ഇപ്പോ അവിടെ കിടന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ എലിസബത്തിന് ഷോക്കാവാണ്. ഇവൻ എന്തിനാണ് എന്റെ അച്ഛന്റെ പേര് പറയുന്നത്? ഞങ്ങളുടെ കയ്യിൽ എവിടെയാണ് സ്വർണ്ണം ഉള്ളത്? ഇതൊക്കെ ആലോചിച്ചിട്ട് എലിസബത്ത് ഷോക്കാവാണ്. എന്റെ വഴിയിൽ ആരെങ്കിലും തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മരണം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് വില്ലൻ മേയറെ എഴുന്നേൽപ്പിച്ച് നിർത്താണ്. പീരങ്കി കൊണ്ട് അവനെ ക്രൂരമായിട്ട് കൊല്ലുന്നുണ്ട്. എലിസബത്ത് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ചയൊക്കെ നേരിട്ട് കണ്ടിട്ട് അവൾ നല്ല രീതിയിൽ പാനിക് ആവാണ്. ഇപ്പൊ ഹീറോയിനെ കാണിക്കാണ്. അവളുടെ വീട്ടിലുണ്ടായിരുന്ന 2 കൊള്ളക്കാര് ഹീറോയിന്റെ കഴുത്തിൽ കയറിട്ടിട്ട് അവളെ തൂക്കാൻ നോക്കുന്നുണ്ട്. ഇതിനിടയിൽ പാനിക് റൂമിലുണ്ടായിരുന്ന ഐസക്കിന്റെ ശബ്ദം കേട്ടിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് നീക്കുന്നുണ്ട്. എന്റെ മകന്റെ അടുത്തേക്ക് പോകരുത്, അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്നൊക്കെ ഹീറോയിൻ ഇപ്പൊ വിളിച്ചു പറയാണ്. എന്നാൽ അയാളാണെന്നുണ്ടെങ്കിൽ നിന്റെ മകനാണ് അവിടെ ഉള്ളത്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവളെ കെട്ടിയിട്ടുള്ള ആ ഒരു കയറില് പിടിച്ച് തൂങ്ങിയാടാണ്. അവളിപ്പോ നിലത്തേക്ക് വീഴുന്നുണ്ട്. നിലത്ത് കിടക്കുന്നുണ്ടായിരുന്ന ഒരു പാൻ ഉപയോഗിച്ചിട്ട് അവളിപ്പോ അവരെ ആക്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ പിന്നിൽ നിന്ന് വന്ന ഒരാള് ഹീറോയിനെ പിടിക്കുകയാണ്. ഹീറോയിൻ എങ്ങനെയൊക്കെയോ കുതിരി മാറിയിട്ട് ആ
അവന്റെ നെഞ്ചിലേക്ക് തന്നെ ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. അവളെ പിടിച്ചു നിർത്താനായിട്ട് രണ്ടുപേർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവള് നല്ല രീതിയിൽ തന്നെ അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐസക്കിനെ കൊല്ലുമെന്ന് പറഞ്ഞവനെ നിലത്ത് കിടത്തിയിട്ട് അവന്റെ മുഖത്തേക്ക് തന്നെ കുത്തിയിട്ട് ക്രൂരമായിട്ട് അവൾ കൊല്ലുകയാണ്. ഇത് കണ്ടു നിൽക്കുന്നുണ്ടായിരുന്ന മറ്റേയാളാണെന്നുണ്ടെങ്കിൽ ഹീറോയിന്റെ നേരെ ഓടി വരുന്നുണ്ട്. രണ്ടുപേരും കൂട്ടിയിട്ട് ഭിത്തി തകർത്തിട്ട് പുറത്തേക്ക് വീഴാണ്. ഹീറോയിനും അവനുമായിട്ട് ഇപ്പൊ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിലത്ത് കിടക്കുന്നുണ്ടായിരുന്ന ഒരു ശംഖ് എടുത്തിട്ട് അവളിപ്പോ അവന്റെ മുഖം അടിച്ചു പൊളിച്ചിട്ട് അവനെ കൊല്ലുകയാണ്. അവനെ കൊന്നതിന് ശേഷം നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു എന്ന് ഹീറോയിൻ ഇപ്പൊ അലറി വിളിക്കുന്നുണ്ട്. അവള് നേരെ പോയത് ഐസക്കിനെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാനിക് റൂമിലേക്കാണ്. അവനെ ഇപ്പൊ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഹീറോയിന്റെ ദേഹം മുഴുവനും രക്തം കണ്ടിട്ട് ഐസക്ക് നല്ല രീതിയിൽ പേടിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആരോ വരുന്ന ശബ്ദം കേട്ടിട്ട് ഹീറോയിൻ തോക്കെടുക്കുന്നുണ്ട്. എന്നാൽ വന്നത് ആ ഒരു ചർച്ചിലെ ഫാദർ ആയിരുന്നു. ഇവളിങ്ങനെ തോക്കുമായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ഫാദർ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. ഓ നിങ്ങളാണോ, ഉള്ളിലേക്ക് വരുമെന്ന് ഹീറോയിൻ ഇപ്പൊ പറയാണ്. ഹീറോയിൻ കണ്ണാടിയില് അവളുടെ ദേഹത്ത് പുരണ്ടിട്ടുള്ള ആ ഒരു രക്തം മുഴുവൻ കാണുകയാണ്. തന്റെ ദേഹത്തെ രക്തം നോക്കിയിട്ട് ബാത്റൂമിലേക്ക് പോയി അത് മുഴുവൻ കഴുകി കളയുന്നുണ്ട്. സത്യത്തില് വില്ലന് ഹീറോയിനെ നേരത്തെ തന്നെ അറിയാം. വില്ലന്റെ പേര് ഈ ഒരു ഫാദർ പറയുന്നത് കേട്ടിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിൻ ഷോക്ക് ആവുകയാണ്. ഹീറോയിൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവളുടെ ബാക്കിലായിട്ട് കടൽ കൊള്ളക്കാരുടെ ഒരു ചിഹ്നം കാണാം. ഹീറോയിനും പണ്ടൊരു കടൽ കൊള്ളക്കാരിയായിരുന്നു. ക്യാപ്റ്റൻ, അവനെ തടയാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നൊക്കെ ഫാദർ ഇപ്പൊ പറയുന്നുണ്ട്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിക്കരുതെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ഒരു ജീവിതം വേണ്ട, അത് കഴിഞ്ഞു. ഇപ്പോ എനിക്ക് എന്റെ മകളെ കണ്ടെത്തണം, ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അതാണ് എന്റെ ലക്ഷ്യം എന്നൊക്കെ ഹീറോയിൻ ഇപ്പൊ പറയാണ്. ഇതിനിടയിൽ ഐസക്ക് അവന്റെ ചേച്ചി എഴുതി വെച്ചിട്ടുള്ള ആ ഒരു കത്ത് പോയിട്ട് വരുന്നുണ്ട്. അമ്മേ, ചേച്ചി നാട് വിട്ടുപോയി എന്നൊക്കെ ഐസക്ക് പറയാണ്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കത്ത് വായിച്ചു നോക്കുന്നുണ്ട്. ഐസക്കിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവനൊരു വീൽ ചെയർ റെഡിയാക്കി പാസറെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ വെസ്റ്റ് സൈഡിലേക്ക് പോയിക്കോളൂ, എന്താ സിറ്റുവേഷൻ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവള് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന വലിയൊരു വെട്ടുകത്തി എടുത്തിട്ട് അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മൾ എലിസബത്തിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ അവിടുന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോ ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ അങ്ങനെ പകച്ചു നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവളുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചിട്ട് ഒരാൾ ബാക്കോട്ടേക്ക് വലിക്കുകയാണ്. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ഹീറോയിൻ തന്നെയായിരുന്നു. എലിസബത്ത്, പേടിക്കണ്ട, ഇത് ഞാനാണ്, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ വെസ്റ്റേണിന്റെ കൂടെ പോകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പൊ അവളോട് ചൂടാവുന്നുണ്ട്. അമ്മ, അവൻ മരിച്ചുപോയെന്ന് എലിസബത്ത് ഇപ്പൊ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവളെ ഹീറോയിൻ ഇപ്പൊ സമാധാനിപ്പിക്കുന്നുണ്ട്. വാ, നമുക്ക് ഇവിടുന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ വില്ലന്റെ ടീം ഹീറോയിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട് കിടക്കുന്ന രണ്ടുപേരെയും ശവശരീരം കണ്ടിട്ട് വില്ലൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഒരു പെണ്ണിനെ കൊണ്ട് ഇത്ര ക്രൂരമായിട്ട് ഇവരെ കൊല്ലാൻ സാധിക്കില്ല. വേറെ ആരോ അവളെ സഹായിക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അതാരാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അവരങ്ങനെ ആ ഒരു ഭാഗം മുഴുവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐസക്കിന്റെ വീൽ ചെയർ പോയിട്ടുള്ള പാടുകൾ അവർ കാണുന്നുണ്ട്. വില്ലന്റെ ടീം ആ ഒരു അടയാളവും പിന്തുടർന്ന് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോയും എലിസബത്തും നമ്മുടെ ഫാദറിന്റെ കൂടെ മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ട്. അവർ പോയിട്ട് ഒരു പ്രത്യേക ഭാഗത്തെത്തി കഴിഞ്ഞപ്പോ വീൽ ചെയർ ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കുകയാണ്. എന്നാൽ വില്ലനും ഇവരെ ഫോളോ ചെയ്ത് ബാക്കിൽ തന്നെ വരുന്നുണ്ടായിരുന്നല്ലോ. ഈ ഒരു വീൽ ചെയർ ഇവർ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് വില്ലനും ടീമും എത്തിയിട്ടുണ്ട്. ഇനി മുന്നോട്ടേക്ക് അടയാളങ്ങൾ ഇല്ലെങ്കിലും ഹീറോയിനും ടീമും പോയിട്ടുള്ള ആ ഒരു സ്ഥലം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവർ ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. ഹീറോയിനും എലിസബത്തും അതുപോലെ തന്നെ നമ്മുടെ ഫാദറും ഇപ്പൊ ഇവർ നടന്നിട്ട് വലിയൊരു പുഴയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതില് മുതലകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ആരും വെള്ളത്തിലേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഫാദർ അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ആദ്യം കുട്ടികൾ രണ്ടുപേരും കൂട്ടിയിട്ട് ആ ഒരു ബോട്ടിൽ കയറി അക്കരെ എത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ വെള്ളത്തിനിടയിൽ വലിയൊരു മുതല പോകുന്നത് കാണാം. അടുത്തതായിട്ട് ഹീറോയിനാണ് പോയത്. ഇതിനിടയിൽ വില്ലന്റെ ആളുകൾ അടുത്തെന്ന് മനസ്സിലാക്കിയിട്ട് ഫാദർ പറയുന്നുണ്ട്, നിങ്ങൾ രക്ഷപ്പെട്ടുള്ളൂ, ഞാൻ അവരെ മിസ്ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫാദർ അവിടെ തന്നെ നിൽക്കുകയാണ്. ഹീറോയിൻ കുട്ടികളെയും കൂട്ടിയിട്ട് മുന്നോട്ടേക്ക് ഓടുന്നുണ്ട്. കുറച്ചു ദൂരം ചെന്നതിന് ശേഷം നിങ്ങൾ മുന്നോട്ടേക്ക് വെക്കോ, ഞാൻ പിന്നാലെ വന്നോളാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പൊ തിരിച്ചു വന്നിട്ട് ഒരു മരത്തിന് മുകളിൽ കയറിയിരുന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുകയാണ്. വില്ലന് ഈ ഒരു ഫാദറിനെ നേരത്തെ തന്നെ അറിയാം. അയാൾ ഫാദറിന്റെ നെഞ്ചിലുള്ള ആ ഒരു സിമ്പൽ എല്ലാം നോക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, മിടുക്കനായ ഒരു കടൽ കൊള്ളക്കാരന് ഇവിടെ എന്താണ് കാര്യം എന്നിങ്ങനെ വില്ലൻ ചോദിക്കുകയാണ്. അതൊക്കെ പഴയ കാലം, ഇപ്പൊ ഞാൻ എല്ലാം വിട്ടിട്ട് സമാധാനമായി ജീവിക്കുകയാണ്. ഇതിനിടയിൽ വില്ലന്റെ ടീമിലുണ്ടായിരുന്ന ഒരാള് മരത്തിന് മുകളിൽ ഇരിക്കുന്ന നമ്മുടെ ഹീറോയിനെ കാണുന്നുണ്ട്. അവനിപ്പോ അങ്ങോട്ടേക്ക് വെടിവെക്കാണ്. ഫാദർ ഹീറോയിനെ രക്ഷിക്കാനായിട്ട് അയാളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അത് കണ്ടിട്ട് വില്ലൻ പാസ്റ്ററിനെയും വെടിവെക്കാണ്. ഇപ്പൊ വില്ലന്റെ ആളുകള് വെള്ളത്തിലിറങ്ങിയിട്ട് ഹീറോയിനെ പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വെള്ളത്തിലുള്ള മുതലകള് അവരെ ആക്രമിക്കുകയാണ്. പേടിച്ചു പോയിട്ടുള്ള അവര് തിരിഞ്ഞോടുകയാണ്. ഇതിനിടയിൽ മുതലകൾ 2-3 പേരെ അവിടെ വെച്ചിട്ട് തന്നെ കൊല്ലുന്നുണ്ട്. അവസാനം വില്ലന് നേരെ മുതല വരുമ്പോ വില്ലൻ അതിന് വെടിവെക്കുന്നുണ്ട്. എന്നാൽ വെടിയേറ്റിട്ടും മുതല ചത്തിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോ ബാക്കിലേക്ക് മാറിയിട്ട് വെള്ളത്തിലേക്ക് മുങ്ങി പോകുന്നുണ്ട്. മുതലകളുള്ള ഈ ഒരു വഴി കൂടെ ഒരിക്കലും മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ അക്കരയ്ക്ക് ഹീറോയിന് നേരെ വന്നിട്ടുള്ള 3 പേരെയും ഹീറോയിൻ ഒറ്റയ്ക്കാക്കിയിട്ട് കൊന്നുകളയാണ്. ഈ ഒരു കാര്യമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ തന്റെ എതിരാളി ആരാണെന്നുള്ളത് വില്ലന് മനസ്സിലാവുന്നുണ്ട്. ബ്ലഡി മേരി, നീ ഈ ദ്വീപിലാണുള്ളത്. എന്റെ സ്വർണം ഇപ്പൊ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. നിന്നെ കുറിച്ചിട്ട് ആ കുട്ടികൾക്ക് അറിയാമോ? തീർച്ചയായിട്ടും നീ അത് പറഞ്ഞിട്ടുണ്ടാവില്ല. നമുക്കിടയിൽ ഒരു ഡീല് വെക്കാം. ക്യാപ്റ്റൻ DH എന്റെ കയ്യിലാണുള്ളത്. അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്.
നിന്റെ കയ്യിലുള്ള സ്വർണം 12 മണിക്കൂറിനുള്ളിൽ എന്റെ അടുത്ത് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ DHനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്റ്റൻ കോനർ അവിടെ നിന്ന് പോവാണ്. ഹീറോയിൻ ഇപ്പോൾ എലിസബത്തിനെയും ഐസക്കിനെയും കൂട്ടിയിട്ട് കാടിനുള്ളിലുണ്ടായിരുന്ന ഒരു ഗുഹയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് എലിസബത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? അയാൾ നിങ്ങളെ ബ്ലഡി മേരി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ പേര് ഏർസൽ എന്നല്ലേ? എന്റെ അച്ഛനെ കാണുന്നതിന് മുന്നേ നിങ്ങൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തണം. ഇപ്പോൾ ഹീറോയിൻ ഒരു കയറിൽ തീ കൊളുത്താണ്. അത് ഗുഹയിൽ വെച്ചിട്ടുണ്ടായിരുന്ന പല ബന്ധങ്ങളെയും പ്രകാശിപ്പിക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോൾ ഗുഹയ്ക്കുള്ളിലുണ്ടായിരുന്ന ഒരു മൺവെട്ടി എടുത്തിട്ട് അവിടെ കുഴിക്കാൻ തുടങ്ങുകയാണ്. ഇതിനിടയിൽ എലിസബത്ത് വീണ്ടും നമ്മുടെ ഹീറോയിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹീറോയിന് വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ അവളുടെ പഴയ കാലം പറയാണ്. ഹീറോയിന്റെ യഥാർത്ഥ പേര് മറിയം എന്നാണ്. ജനിച്ചതും വളർന്നതും ഇന്ത്യയിലാണ്. അവൾക്ക് 12 വയസ്സുള്ളപ്പോൾ ഒരു കപ്പലിൽ പോകുന്ന സമയത്ത് വില്ലന്റെ ഗ്രൂപ്പ് ആ ഒരു കപ്പൽ ആക്രമിച്ചിട്ടുണ്ട്. ജീവിക്കണമെങ്കിൽ വില്ലന്റെ കൂടെ ചേരല്ലാതെ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അവൾ സ്വന്തം കപ്പലിലുണ്ടായിരുന്ന ചില ആൾക്കാരെ കൊന്നിട്ട് ക്യാപ്റ്റൻ കോനറിന്റെ ടീമിൽ ചേരുകയാണ്. വില്ലനാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ട്രെയിനിങ് ഒക്കെ നൽകിയിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് പലയിടങ്ങളും കൊള്ളയടിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ നാവികസേന അവൾക്ക് ബ്ലഡി മേരി എന്നൊരു പേര് നൽകി തലയ്ക്ക് വിലയിട്ടു. ആ ഒരു സമയത്താണ് അവൾ DHനെ കാണുന്നത്. അവർ പ്രണയത്തിലായി വില്ലന്റെ സ്വർണ്ണമായിട്ട് DHന്റെ കൂടെ ഈ ഒരു ദ്വീപിൽ എത്തിച്ചേരായിരുന്നു. അങ്ങനെ ഇവരിവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഈ ഒരു കഥയൊക്കെ കേട്ടിട്ട് കുട്ടികൾ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഹീറോയിൻ മണ്ണ് മാറ്റിയിട്ട് ഇവർ കുഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്വർണ്ണം കണ്ടെത്താണ്. ഐസക് ഇപ്പോൾ അതിൽ നിന്നും ഒരു ഗോൾഡ് എടുത്തിട്ട് അതിലുണ്ടായിരുന്ന ചിഹ്നം തിരിച്ചറിയുന്നുണ്ട്. അവിടെ ഒരുപാട് ബോംബുകളും വാളുകളും അതുപോലെ തന്നെ തോക്കുകളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പടച്ചട്ട എടുത്ത് ധരിച്ചിട്ട് ആയുധങ്ങൾ ലോഡ് ചെയ്യാണ്. ഈ ഒരു ഗുഹയിലായിട്ട് ഒരു ബോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ കടലിലേക്ക് എത്തും. ഇൻ കേസ് ഞാൻ വന്നിട്ടില്ലെങ്കിൽ ആ ഒരു ബോട്ടിൽ നിങ്ങൾ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ അവിടുന്ന് പോവാണ്. ഇവിടെ വില്ലനെ കാണിക്കുന്നുണ്ട്. അവന്റെ വയറ്റിൽ വലിയൊരു മുറിപ്പാടുണ്ടായിരുന്നു. ഹീറോയിനാണ് ഈ ഒരു മുറിവിന് കാരണം. ഈ ഒരു മുറിവിന്റെ മുകളിലായിട്ട് അവൻ ഹീറോയിന്റെ പേര് പച്ചകുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ THും ഇവിടെയാണ് ഉണ്ടായിരുന്നത്. വില്ലന്റെ ആൾക്കാർ അവന്റെ മുഖത്തേക്ക് വെള്ളം കുഴിച്ചിട്ട് അവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് വലിയൊരു കിണറുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിൻ ഒരു ഗുഹയിലല്ലേ ഉണ്ടായിരുന്നത്. ആ ഒരു ഗുഹയും ഈ ഒരു കിണറും തമ്മിൽ ഒരു ടണൽ വഴി കണക്റ്റഡ് ആണ്. ഹീറോയിൻ ആ ഒരു ടണൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു കിണറ്റിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മെല്ലെ ഇപ്പൊ മേലേക്ക് കയറി വരികയാണ്. വില്ലന്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓരോ ഭാഗത്തും ഇങ്ങനെ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇപ്പൊ പുറത്തേക്ക് വന്നതിന് ശേഷം അവിടെ ഇവിടേക്ക് ആയിട്ട് ചില കെണികൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു ടവറിന്റെ മുകളിൽ ഒരു കാവൽക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ കയറ് ഉപയോഗിച്ചിട്ട് അവനെ കെട്ടിവരിഞ്ഞ് കൊല്ലുകയാണ്. അടുത്തതായിട്ട് അതിലൊരു നടന്നു വരുന്നുണ്ടായിരുന്നു. ബാക്കിൽ നിന്നും അവനെ അറ്റാക്ക് ചെയ്തിട്ട് അവനെയും കൊല്ലുകയാണ്. ഇങ്ങനെ വില്ലന്റെ ടീമിലുണ്ടായിരുന്ന ഒരുപാട് പേരെ അവൾ ഒറ്റയ്ക്ക് തന്നെ കൊല്ലുന്നുണ്ട്. അവസാനമായിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലുണ്ടായിരുന്ന നമ്മുടെ THനെ കാണാണ്. TH ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ ആ ഒരു ഗോൾഡ് അവിടെ നിന്ന് എടുത്തോണ്ട് പോകാനായിട്ട് പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് സോറി പറയുന്നുണ്ട്. അതെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം. നിന്നെ കെട്ടിവെച്ചിട്ടുള്ള ഈ ഒരു ചങ്ങല അഴിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതെങ്ങനെയാണ് അഴിക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് തന്നെ വില്ലന്റെ ചില ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഹീറോയിനുള്ള കാര്യം വില്ലന്റെ മുഴുവൻ ടീമിനും മനസ്സിലാവാണ്. ഹീറോയിൻ ഇപ്പൊ വേഗം പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ ചില സ്ഥലത്തായിട്ട് ഇവള് ചില ട്രാപ്പുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആ ഒരു ട്രാപ്പ് വഴി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഇവള് കൊല്ലുകയാണ്. ഇപ്പൊ വില്ലനോട് അവള് വിളിച്ചു പറയുന്നുണ്ട്, നിനക്ക് ഗോൾഡ് അല്ലേ ആവശ്യം? അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവള് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ബോക്സ് നിലത്തേക്ക് എറിയുന്നുണ്ട്. ആ ഒരു ബോക്സ് നിറച്ചും ഗോൾഡ് ആയിരുന്നു. ഇതെല്ലാം നിനക്ക് തന്നെയാണ്. എന്റെ ഹസ്ബൻഡിനെ ഇപ്പൊ മര്യാദയ്ക്ക് റിലീസ് ചെയ്യാൻ പറയുന്നുണ്ട്. വില്ലനാണെന്നുണ്ടെങ്കിൽ DHനെ റിലീസ് ചെയ്യുന്ന രീതിയിൽ കാണിച്ചിട്ട് ഹീറോയിനെ ഇപ്പൊ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറോയിനും വില്ലന്റെ ടീമിനും ഇടയിൽ വീണ്ടും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. THും ഇപ്പൊ ഇവളുടെ കൂടെ ചേർന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളും ഇവള് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രാപ്പ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ബ്ലാസ്റ്റ് ചെയ്യാണ്. ഒരു വലിയ ഫൈറ്റ് തന്നെ ഇവർ രണ്ട് ടീമിനും ഇടയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ ഒരു ഫൈറ്റിൽ ഒരു ഘട്ടത്തില് നമ്മുടെ ഹീറോ മരിച്ചു പോവാണ്. ഈ ഒരു കാര്യം കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് ഓടി വരുന്നുണ്ട്. അവൾക്ക് നല്ല രീതിയിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഒരു പ്ലാനും ഇല്ലാതെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും അവൾ തലങ്കും വിലങ്കും ഇപ്പൊ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ നമ്മുടെ ഹീറോയിനും നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പെട്ടിയിൽ സ്വർണ്ണം വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അതിന്റെ മുകളിലേക്ക് ഇവള് കൊണ്ടുവന്നിട്ടുള്ള ബോംബ് വെച്ചിട്ട് ബ്ലാസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഗോൾഡ് ഇപ്പൊ പല സ്ഥലത്തേക്കായിട്ട് തെറിച്ചു പോകുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ രക്ഷപ്പെട്ടിട്ട് വീണ്ടും ആ ഒരു കിണറിന്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ഗുഹയിലേക്ക് എത്തിപ്പെടുകയാണ്. എലിസബത്ത് ഇപ്പൊ ഓടി വന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു മുറിവുകളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഹീറോയിൻ ഇപ്പോൾ നോർമലായ സമയത്ത് എലിസബത്ത് അവളുടെ അച്ഛൻ എവിടെയാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇതേപോലെ TH മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ രണ്ടുപേരും നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ കരയാനായിട്ടൊന്നും സമയമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം സെറ്റ് ചെയ്യാണ്. എലിസബത്തും ഇപ്പോൾ കരയുന്നതെല്ലാം നിർത്തിയിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ എലിസബത്തും പറയുന്നുണ്ട്. ഇങ്ങനെ 3 പേരും ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് ആ ഒരു ഗുഹയ്ക്ക് ചുറ്റുമായിട്ട് ഇപ്പോൾ പല പല ട്രാപ്പുകളും സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഹീറോയിൻ പറഞ്ഞതുപോലെ തന്നെ വില്ലന്റെ ടീംസ് എല്ലാവരും കൂടിയിട്ട് ആ ഒരു കിണറിന്റെ അടിയിലുള്ള ടണൽ വഴി ഈ ഒരു ഗുഹയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവരിപ്പോ ഗുഹയുടെ നടുവിലേക്ക് എത്തിയിട്ടുണ്ട്. എലിസബത്തിന്റെ ബോയ് ഫ്രണ്ടിനെ ഒരുത്തൻ കൊന്നിട്ടുണ്ടായിരുന്നല്ലേ, അവൻ താഴെ ഉണ്ടായിരുന്ന ഒരു പാനിക് റൂം കാണുന്നുണ്ട്. അവര് തീർച്ചയായിട്ടും ഇതിന്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. ഡോർ തുറക്കാനായിട്ട് അവൻ ഓർഡർ ചെയ്യുന്നുണ്ട്. മറ്റൊരു കൊള്ളക്കാരനാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ലിവർ പിടിച്ച് തിരിക്കുകയാണ്. അത് ഹീറോയിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ട്രാപ്പിനെ ട്രിഗർ ചെയ്തിട്ട് അവനിപ്പോ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ ചുറ്റും എല്ലാ ഭാഗത്തും പല സ്ഥലത്തായിട്ട് കെണികൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ്. ഹീറോയിൻ ഇപ്പോൾ അവിടെ മറിഞ്ഞിരുന്നിട്ട് വില്ലന്റെ ആൾക്കാരെ തുരുതുരാന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. വില്ലന്റെ ടീമും ഇപ്പോൾ ഹീറോയിനുള്ള ഭാഗത്തേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വില്ലനും ഹീറോയിന്റെ ടീമും തമ്മിൽ ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു
ഫൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ടീമും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്നുണ്ട്. എലിസബത്ത് ഇപ്പൊ പോയിട്ട് അവൾ സേഫ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ഒരു തിരി കത്തിച്ച് വിടുന്നുണ്ട്. അതിപ്പോ ഗുഹയുടെ പല പല ഭാഗത്തേക്ക് പോയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഗണ്ണുകളെ ട്രിഗർ ചെയ്തിട്ട് ആളുകളെ കൊല്ലുകയാണ്. ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബൂബി ട്രാപ്സിൽ പെട്ടിട്ട് പല ആളുകളും മരിക്കുന്നുണ്ട്. കുറെ സമയത്തിന് ശേഷം എല്ലാം ശാന്താവുന്നുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവൾ ഇരിക്കുന്ന ആ ഒരു റൂമിൽ നിന്നും മെല്ലെ പുറത്തേക്ക് വന്ന് നോക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ വില്ലൻ അവളുടെ കയ്യിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. ഇവനെ കണ്ടിട്ട് എലിസബത്ത് നല്ല രീതിയിൽ ഷോക്കാവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കഴുത്തിൽ ഇവളുടെ ബോയ് ഫ്രണ്ടിന്റെ ആ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. സോ ഇവനാണ് അവളുടെ ബോയ് ഫ്രണ്ടിനെ കൊന്നേന്നുള്ളത് അവൾക്ക് ഇപ്പൊ മനസ്സിലാവുകയാണ്. ഇതേ സമയത്ത് തന്നെ ഐസക് അങ്ങോട്ടേക്ക് വന്നിട്ട് ഹീറോയിൻ ബർത്ത്ഡേ പ്രസന്റ് ആയിട്ട് അവനൊരു കത്തി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ, ആ ഒരു കത്തി വെച്ചിട്ട് അവനെ കുത്തിയിട്ട് എലിസബത്തിനെ അവിടുന്ന് രക്ഷിക്കുകയാണ്. പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്ന അവൻ ഒരു വിധത്തിൽ ഡോറും തുറന്നിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. എലിസബത്ത് ആണെന്നുണ്ടെങ്കിൽ ഐസക്കിനെ അവിടുന്ന് നിർബന്ധിച്ച് പറഞ്ഞുവിടാണ്. ഇവന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് അവളിപ്പോ പറയുന്നുണ്ട്. ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന അയാളാണെന്നുണ്ടെങ്കിൽ എലിസബത്തിന്റെ കഴുത്തിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അവളുടെ കഴുത്തിലുള്ള ആ ഒരു ലോക്കറ്റ് അവൻ കാണുന്നത്. ഓ, അവൻ നിന്റെ ലവർ ആയിരുന്നല്ലേ, അവൻ മരിക്കുന്ന സമയത്ത് എങ്ങനെ കിടന്ന് കരഞ്ഞെന്ന് നിനക്കറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എലിസബത്തിന് നല്ല രീതിയിൽ ദേഷ്യം കയറ്റുന്നുണ്ട്. എലിസബത്ത് ഇപ്പൊ അവനെ അടിച്ചിട്ടിട്ട് നിലത്തേക്ക് വീഴാണ്. ഇപ്പൊ ഒരു വിധത്തില് മുന്നോട്ടേക്ക് ഇഴഞ്ഞു നീങ്ങിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കയറിന്റെ മുകളിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. ഈ വന്നിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ എലിസബത്തിന്റെ കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവള് പിടിച്ചു വലിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രാപ്പിനെ ട്രിഗർ ചെയ്യുന്ന ഒരു കയറായിരുന്നു. ഇവൾ ആ ഒരു കയറിന്റെ മുകളിൽ പിടിച്ചു വലിച്ചതും ആ ഒരു ട്രാപ്പ് ട്രിഗർ ആയിട്ട് അതിൽ നിന്നും ഇപ്പൊ ഒരു അമ്പ് പാഞ്ഞു വരുന്നുണ്ട്. അതിപ്പോ ഇവന്റെ ചങ്കിൽ തന്നെ തറയ്ക്കാണ്. എലിസബത്ത് ഇപ്പോ മെല്ലെ അവിടെ നേടിയിട്ട് വരുന്നുണ്ട്. അവന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു മാലയിലേക്ക് തന്നെ നോക്കുകയാണ്. ഇത് നിന്റെ കഴുത്തിലിടാനായിട്ട് നിനക്കൊരു യോഗ്യതയില്ലെന്ന് പറഞ്ഞിട്ട് അവളിപ്പോ അത് വലിച്ചു പൊട്ടിക്കുന്നുണ്ട്. ഇപ്പൊ വില്ലന്റെ ടീമിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരിച്ചിട്ടുണ്ട്. വില്ലൻ ഇപ്പൊ മെല്ലെ മുന്നോട്ടേക്ക് നടന്നു വരികയാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഇപ്പൊ മെല്ലെ നിലത്തേക്ക് ഇടുന്നുണ്ട്. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള എല്ലാ വിദ്യകളും നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ? എനിക്ക് നിന്റെ പവർ ഒന്ന് നേരിട്ട് കാണണം. നമുക്ക് റിയൽ ആയിട്ടുള്ള പൈററ്റ്സിനെ പോലെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേരിട്ട് അടിച്ചു നോക്കാന്ന് പറയാണ്. ഹീറോയിനും അവന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ എലിസബത്ത് ഗുഹയിൽ നിന്നും പുറത്തു വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മലമുകളിൽ വലിയൊരു തീ കൂട്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. വില്ലൻ നമ്മുടെ ഹീറോ വരുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹീറോയിൻ ഇപ്പോൾ അവന്റെ പുറകിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ഒരു തീയും പുകയും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വില്ലൻ പറയാണ്, എനിക്കതൊന്നും ആലോചിച്ചിട്ട് വലിയ ടെൻഷനൊന്നുമില്ല. ബ്ലഡി മേരിയുടെ മുകളിൽ എന്തോരം ബൗണ്ടി ഉണ്ടെന്ന് എനിക്കറിയോ. ബ്ലഡി മേരിയെ കൊന്നോ അല്ലാതെയോ പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മാപ്പസാക്ഷിയായിട്ട് രക്ഷപ്പെടാൻ സാധിക്കും. സോ എനിക്ക് അവർ വരുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹീറോയിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവളും ഇപ്പോ അവന് നേരെ വാളുമായിട്ട് ചാടി വീഴാണ്. വില്ലനിപ്പോ അവളുടെ അറ്റാക്കിൽ നിന്നും നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. നിനക്ക് ഭയങ്കര വേഗതയാന്നൊക്കെ എനിക്കറിയാം, പക്ഷെ എന്റെ അത്രയും വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഹീറോയിനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. രണ്ടുപേർക്കും ഇടയിൽ ആ ഒരു ഫൈറ്റ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. വാള് വെച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വില്ലൻ നമ്മുടെ ഹീറോയിനെക്കാട്ടിലും ഭയങ്കര പവർഫുൾ ആയിരുന്നു. ഹീറോയിന്റെ അറ്റാക്കെല്ലാം ഭയങ്കര ഈസി ആയിട്ട് തന്നെ അവൻ തടുക്കുന്നുണ്ട്. നീ ഇത്രയുള്ളോ, നിന്നെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്നുമല്ല വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് ഹീറോയിനിപ്പോ അവൻ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിനിപ്പോ പറയാണ്, നിന്റെ വയറ്റിൽ കത്തി കയറ്റിയത് ആരാന്ന് നിനക്കറിയില്ലേ? ആ ഒരു കാര്യമൊന്നും മറന്നുപോയിട്ടില്ലല്ലോ. ആ ഒരു മുറിപ്പാട് ഇപ്പോഴും നിന്റെ വയറിലുണ്ടാവില്ലേ? എത്ര വർഷമായിട്ടെങ്കിലും അതൊന്നും മാഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോ വില്ലന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവനിപ്പോ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവളെ നിലത്തേക്ക് അടിച്ചിട്ടാണ്. അതിനുശേഷം അവളുടെ വയറ്റിലേക്ക് തന്നെ കത്തി വെക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ പറയാണ്, ഞാൻ ചെയ്തിട്ടുള്ള തെറ്റ് നീ വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ലേ. ഒരാളെ കുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ കൊല്ലണം. ഞാൻ നിന്നെ അന്ന് കൊല്ലേണ്ടതായിരുന്നു, എന്നാൽ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഹീറോയിൻ ഇപ്പോ ആ ഒരു വാളെടുത്തിട്ട് അവളുടെ നെഞ്ചിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ കുത്തെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്ന എലിസബത്ത് വില്ലനെ ഷൂട്ട് ചെയ്യാണ്. വില്ലൻ ഡൈവേർട്ട് ആയുള്ള ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ ചാടി എണീക്കുന്നുണ്ട്. വില്ലനും ഹീറോയിനും ഇടയിൽ വീണ്ടും ആ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ആവുകയാണ്. ഈ ഒരു ടൈം നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ വാള് വില്ലന്റെ നെഞ്ചിലേക്ക് തന്നെ കുത്തിക്കേറ്റാണ്. വില്ലൻ ഇപ്പൊ പറയുന്നുണ്ട്, ബ്ലഡി മേരിയുടെ കൈ കൊണ്ട് മരിക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ നിലത്തേക്ക് വീണ് അവിടെ കിടന്ന് മരിക്കുകയാണ്. ഇപ്പൊ ഹീറോയിനും ഐസക്കും എലിസബത്തും കൂടിയിട്ട് ചെറിയൊരു ബോട്ടിൽ കയറിയിട്ട് ആ ഒരു ദ്വീപിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് ഇവരുടെ ബോട്ടിൽ ഒരു പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിറച്ചും ഗോൾഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹീറോയിൻ വില്ലന്റെ അടുത്ത് പകുതി ഗോൾഡ് മാത്രമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി അവൾക്ക് വേണ്ടിയിട്ട് സേഫ് ആയിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാരും ആ ഒരു ദ്വീപിൽ നിന്നും സേഫ് ആയിട്ട് തന്നെ പോവാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എലിസബത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സിഗ്നൽ കണ്ടിട്ട് ബ്രിട്ടീഷുകാരുടെ നാവികപ്പട ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമ ഇവിടെ വെച്ചിട്ട് കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു ഹൈപ്പ് തരാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.